കൂടുതൽ ആണവ പരീക്ഷണങ്ങൾ നടത്താൻ പ്രതിരോധ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. പോയ വാരം റഷ്യ ആണവ മിസൈൽ പരീക്ഷിച്ചതിന് പിന്നാലെയാണ് അമേരിക്കയും ആണവ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ആണവ രാജ്യം അമേരിക്കയാണെന്നും തൊട്ടുപിന്നിൽ റഷ്യയും ചൈനയുമാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. എന്തായാലും ഒരു ശക്തി തെളിയിക്കൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് എത്രത്തോളം ആശങ്ക ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും തങ്ങളാണ് മുന്നിൽ എന്ന ശക്തി തെളിയിക്കൽ കൂടിയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ട്രംപ് ഇത്തരത്തിൽ ട്രൂത്ത് സോഷ്യൽ കുറിക്കുമ്പോൾ തങ്ങളാണ് വലിയ ശക്തി, ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കരുതേണ്ടത്? അശ്വതി, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് റഷ്യയിൽ ഇത്തരത്തിൽ വ്ളാഡിമിർ പുടിൻ്റെ നേതൃത്വത്തിൽ ഒരു ആണവ പരീക്ഷണം നടന്നത്. അവിടെ ബ്യൂറേവെസ്റ്റ്നിക് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ പവേർഡ് മിസൈൽ അവർ കഴിഞ്ഞ ആഴ്ച പരീക്ഷിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ പൊസീഡിയൻ 2M39 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു അൺമാൻഡ് ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ കൂടി റഷ്യ ഒരു പരീക്ഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്ക പുതിയൊരു ആണവ പരീക്ഷണത്തിലേക്ക് നീങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് ട്രൂത്ത് സോഷ്യലിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ചൈന, റഷ്യ, അതിന് മുന്നിൽ അമേരിക്ക, അങ്ങനെ 3 രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ആണവ രാജ്യങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ ആണവ സംവിധാനങ്ങളുള്ളത് അമേരിക്കയാണ്. അതിന് തൊട്ടു പിന്നാലെ റഷ്യയുണ്ട്. അതിന് ഇത്തിരി പിന്നിലാണെങ്കിലും ചൈനയാണ് 3ാം സ്ഥാനത്ത്. എന്നാൽ 5 വർഷത്തിനകം വെച്ച് ചൈന അത് ഏറ്റവും അടുത്തുള്ളൊരു 3ാം സ്ഥാനത്തിലേക്ക് എത്തും. അതായത് റഷ്യക്ക് തൊട്ടു പിന്നിൽ ശക്തിയായ രീതിയിലേക്ക് ചൈന എത്തും. ഈ ഒരു സാഹചര്യത്തിലാണ് തങ്ങൾ കൂടുതൽ ആണവ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സംബന്ധിച്ച് താൻ ഇതിനു മുമ്പ് അധികാരത്തിലെത്തിയ സമയത്ത് ആണവ പരീക്ഷണങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അന്ന് താൻ മുതിർന്നിരുന്നില്ല. പക്ഷേ ഇന്നത്തെ സാധ്യതകളും സാഹചര്യങ്ങളും അങ്ങനെയല്ല. മറ്റു രാജ്യങ്ങൾ തങ്ങളെ അതിലേക്ക് നിർബന്ധിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രതിരോധ വകുപ്പിന് നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. വരുന്ന ദിവസങ്ങളിൽ ശക്തമായ രീതിയിലുള്ള ആണവ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അവരുടെ പ്രതിരോധ വകുപ്പിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുക്കണം. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണത്തിനിടെയാണ്, ഈ ഒരു യുദ്ധം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ റഷ്യ ആണവ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ റഷ്യ പറഞ്ഞു വെച്ചിരുന്നു. അതായത് ഏത് രാജ്യത്തിൻ്റെയും സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കാൻ തങ്ങൾ ഇപ്പോൾ സജ്ജരാണ് എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി വ്ളാഡിമിർ പുടിൻ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്ക തങ്ങളുടെ ആണവ ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം തന്നെ ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കണ്ടു കഴിഞ്ഞു. അവിടെ ഒരു താരിഫ് യുദ്ധം ഒരു നടക്കുന്നു. അതിൻ്റെ ഒരു മഞ്ഞുരുകൾ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ മറ്റൊരു നേതാവായിട്ടുള്ള കിങ് ജോങ് ഉന്നിനെ വരുന്ന ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് കാണുന്നുണ്ട്. ഈ ഒരു ഏഷ്യൻ റീജിയണിലുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് കൂടി തന്നെയാണ് എല്ലാവരുമായിട്ടൊരു നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ആണവ പരീക്ഷണത്തിനും കൂടി അമേരിക്ക മുതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് നയതന്ത്രമെങ്കിൽ നയതന്ത്രം, അല്ല യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ള രീതിയിലേക്ക് അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അമേരിക്ക ആണവ പരീക്ഷണം നടത്താൻ പോകുന്നു. അത് ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയ്ക്കുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ്. ഏതെങ്കിലും തരത്തിൽ യുക്രൈനെതിരായിട്ടുള്ള ആക്രമണം വ്യാപിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ മറുപടി തരാൻ തങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് റഷ്യയ്ക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടി തന്നെയാണ് ഇപ്പോൾ അമേരിക്ക പുതിയൊരു ആണവ പരീക്ഷണത്തിലേക്ക് മുതിരുന്നത്. അശ്വതി. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിശദവിവരങ്ങൾ നൽകിയത്.